PSQ 2Cയും Dയും എക്സലൻസ് ആണ്. കാരണം നമുക്ക് പിന്നീട് മതി, എന്നാലും നമ്മൾ പഠിക്കാതെ വിടുന്നത് ശരിയല്ല. കാരണം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. നമ്മുടെ ഡോക്ടേഴ്സും നഴ്സസും അവരുടെ ഒരു പേഷ്യൻറ്റിനോടുള്ള അപ്രോച്ച് എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. വളരെ സിമ്പിളൊരു കാര്യമാണ്. സിയിൽ നമ്മൾ കണ്ടു നമ്മുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തതിനെക്കുറിച്ച്. അതുപോലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഡോക്ടേഴ്സ് നഴ്സസ് ഒക്കെ ഇൻവെസ്റ്റിഗേഷൻസും ട്രീറ്റ്മെൻറ്റും പ്രൊസീജിയറും ലെങ്ത് ഓഫ് സ്റ്റേയും ഒക്കെ അതിന് ആനുപാതികമായിട്ട് ആവശ്യത്തിന് മാത്രമേ അഡ്വൈസ് ചെയ്യാവൂ. കൊള്ളാം കേട്ടോ, പേഷ്യൻറ്റിൻ്റെ പോക്കറ്റിന് നല്ല കനമുണ്ട്. നമ്മുടെ ആശുപത്രികളൊന്നും ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഒരു 10-15 ആശുപത്രിക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളെക്കുറിച്ചല്ല കേട്ടോ, ഞാനിങ്ങനെ വേറെ പുറത്തുള്ള ആശുപത്രികളെക്കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ അവരുടെ പോക്കറ്റിൻ്റെ സ്ട്രെങ്ത്, ഇൻഷുറൻസിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാക്കി കളയരുത്. നമ്മളുടെ ലെങ്ത് ഓഫ് സ്റ്റേയോ നമ്മൾ പുതിയൊരു പ്രൊസീജിയർ പറയുന്നതോ ട്രീറ്റ്മെൻറ്റോ ഒക്കെ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അക്കാര്യത്തിൽ ചെയ്യാൻ പറ്റണം. അത് നമ്മുടെ ഒരു ലോങ് റണ്ണിൽ ഓർക്കണേ. ഇത് അക്രഡിറ്റേഷന് വേണ്ട എന്നാണ് NABH പറഞ്ഞേക്കുന്നത്. എനിക്കറിയില്ല കേട്ടോ എന്താ അങ്ങനെ പറഞ്ഞേക്കുന്നതെന്ന്. നിങ്ങൾ അക്രഡിറ്റേഷൻ കിട്ടിയതിന് ശേഷം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. റീ അക്രഡിറ്റേഷന് വേണ്ടുന്ന എക്സലൻസിലാണ് നമ്മുടെ PSQ 2Cയും Dയും പെടുന്നത്. ഡിയിൽ പറയുന്ന PSQ 2Dയിൽ പറയുന്നത് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം ഫോക്കസ് ഓൺ അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ക്ലിനിക്കൽ കെയർ. അതായത് ആ ക്ലിനിക്കൽ കെയർ കൊടുക്കുന്നത് ആ പേഷ്യൻ്റെ അസുഖത്തിന് ഏതാണോ പ്രായോഗികമായി പറ്റുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് കിട്ടാനായിട്ട് ഏതാണ്. ഇനി ഇച്ചിരി കൂടെ കോസ്റ്റ്ലി ആയിട്ട് നമുക്കൊരു പ്രോഗ്രാമൊക്കെ ഇവിടെ ഉണ്ടാവും. അത് പക്ഷേ റിസൾട്ട് എത്ര നല്ലത് തരത്തില്ല എങ്കിൽ എന്തിനാണ്? ഇപ്പോൾ ഒരു ഓപ്പൺ സർജറി ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ എങ്കിൽ എന്തിന് ലാപ്രോസ്കോപ്പിക് സർജറി റെക്കമെൻഡ് ചെയ്യണം? ആ രീതിയിൽ നമുക്കതിനെക്കുറിച്ച് കെയർ ചെയ്യാനും ആ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ട് തന്നെ ഈ അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ക്ലിനിക്കൽ കെയർ എന്നതിനെ കാണാനും കഴിയണം. PSQ 2D.